ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാനൊരു കൊഞ്ച് ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ ചുരുങ്ങിയ ചിലവിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു കൊഞ്ച് ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അധികം താമസിയാൻ റെസിപ്പിയിലോട്ട് പോകാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കൊഞ്ച്, നല്ല പച്ചക്കൊഞ്ച്, നാരൻ കൊഞ്ചാണ് കേട്ടോ. നമ്മൾ ലേലക്കടയിൽ പോയി വാങ്ങിച്ചിട്ട് വന്നതാണ് കേട്ടോ. ഈ കൊഞ്ച് ഏറെ കിട്ടുന്ന സമയത്ത് ഞാനിങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ആ കൊഞ്ചെല്ലാം നല്ലതായിട്ട് പൊളിച്ചെടുത്ത് ഞാൻ വൃത്തിയാക്കി എടുത്തിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളി, ഇഞ്ചി, മുളക് പൊടി എല്ലാം കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് കുറച്ച് സമയം ഒന്ന് പുരട്ടി വെച്ചതിന് ശേഷം ഇതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. വറുത്ത് കോരുക എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഒരുപാട് വേണ്ട കേട്ടോ. പിന്നീട് ഞാൻ ഉള്ളിയും പച്ചമുളകും തക്കാളിയും ഒക്കെ ആവശ്യത്തിന് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൂടെ ഒരു ഉരുളിയിലിട്ട് വഴറ്റുക. ഇത് നമ്മൾ അതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും മസാലപ്പൊടിയും പെരുംജീരകം, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇങ്ങനെയൊക്കെയുള്ള പൊടികളെല്ലാം കൂടി ഇട്ട് ഒരുപാട് വെള്ളം ഒഴിക്കരുത് കേട്ടോ. കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ട് അതിനെ ഒന്ന് വറ്റിച്ചെടുക്കുക നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ശേഷം വറുത്ത് കോരി വെച്ചിരിക്കുന്ന കൊഞ്ചുണ്ടല്ലോ അതിനകത്തേക്ക് ഇടുക. പിന്നീട് കൊഞ്ച് ഒക്കെ റെഡിയായതിന് ശേഷമാണ് ഞാൻ അരി എന്തായാലും കഴുകി അടുപ്പത്തിടാമെന്ന് വെച്ചത്. കാരണം കൊഞ്ച് ചെയ്യുക എന്നുള്ളതാണല്ലോ ഇച്ചിരി റിസ്ക്. അപ്പോൾ അതെന്തായാലും ഒഴിച്ച് വെക്കാമെങ്കിൽ നമുക്ക് അരി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ അരി വെന്ത് പൊട്ടാതിരിക്കാൻ വേണ്ടി നമ്മൾ അതിനകത്തേക്ക് ഒരു ഇത്തിരി സൺഫ്ലവർ ഓയിൽ, അതേപോലെ തന്നെ നാരങ്ങ പിഴിഞ്ഞത്, ഒരു നാരങ്ങയുടെ നീര് ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ ക്യാരറ്റ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട്. അത് വേറെ കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് അരി വേവുന്ന കൂട്ടത്തിലൂടെ കുറച്ചിട്ട് കൊടുത്താൽ നല്ലതായിരിക്കും. നാരങ്ങ നീര് നന്നായിട്ട് പിഴിഞ്ഞൊഴിക്കണം, ഇല്ല എങ്കിൽ അരി വെന്ത് പൊട്ടിപ്പോൾ. അപ്പോൾ അരി നന്നായിട്ട് വെന്ത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല പയറ് പോലെ ഇരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ഇരിക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം ഇവിടെ കഴിക്കാനായിട്ട്. ഒരു ഇത്തിരി പോലും വെന്ത് പോയി കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടമല്ല. അപ്പോൾ പിന്നെ എന്തായാലും അരിയും, അപ്പോൾ അങ്ങനെ ചോറും റെഡി ആയിട്ടുണ്ട്. കൊഞ്ച് ഫ്രൈ എന്ന് പറയാൻ പറ്റില്ല, ഒരു റോസ്റ്റ് മാതിരി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് പകർന്നൊരു പരുവമാക്കാൻ എനിക്കത്ര വശമില്ല. അപ്പോഴത്തേക്ക് സിനോണം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സിനോണിനോട് പറഞ്ഞു, എന്നാൽ പിന്നെ സിനോണിന് ഇതിനകത്ത് എക്സ്പേർട്ടാണ് കേട്ടോ, ഇതിങ്ങനെ ബിരിയാണി സെറ്റാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജോലി കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ അതങ്ങ് സെറ്റാക്കാം. ഞങ്ങളിത് വൈകുന്നേരത്താണ് വെക്കുന്നത് കേട്ടോ, ഒരു രാത്രി സമയത്താണ് ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് ഇങ്ങനെ ലെയറിട്ട് അടുക്കാനായിട്ട് മിടുക്കനാണ് ഇദ്ദേഹം. അപ്പോൾ എന്തായാലും ലെയറിട്ട് അടുക്കി ബിരിയാണിയൊക്കെ നല്ല സൂപ്പറാക്കി അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നട്ട്സും മുന്തിരിങ്ങയും ഒക്കെ അടിപൊളിയായിട്ട് കുറേ ഇട്ടിട്ടുണ്ട്, മല്ലിയിലയും ഒക്കെ. എനിക്ക് മല്ലിയിലയുടെ ടേസ്റ്റ് അത്ര പിടുത്തമല്ല കേട്ടോ. പിന്നെ ഇതൊക്കെ വെക്കുമ്പോൾ മല്ലിയിലയൊന്നും ഇടാതിരുന്ന അത്രയ്ക്ക് അങ്ങോട്ട് ഇതാവില്ലല്ലോ. അപ്പോൾ മുകളിലത്തെ ലെയർ, ഏറ്റവും മുകളിലത്തെ ലെയറാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും നന്നായിട്ടൊക്കെ തിക്കി നിറച്ച് വെക്കുകയാണ്. കാരണം ഏറ്റവും താഴെ ഇട്ട ലെയറിൽ കുറച്ച് കൂടുതലായിപ്പോയി കേട്ടോ സാധനങ്ങൾ. അപ്പോൾ മുകളിലേക്ക് വന്നപ്പോഴത്തേക്ക് ഒരിത്തിരി കുറവ് സംഭവിച്ചു. കുഴപ്പമില്ല, എന്നാലും കൊഞ്ച് കുറേ ഏറെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഒരു ലെയറും കൂടി ഇടാമെന്ന് വിചാരിച്ച് കൊഞ്ച് മുകളിലേക്ക് കുറച്ചുകൂടി വെച്ചിട്ടുണ്ട്. ഇനി ചോറ് ഇട്ടു, അതിന് മുകളിലേക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു, അതെല്ലാം കൂടി എടുത്തിടുകയാണ്. വീണ്ടും മല്ലിയിലയും നമ്മൾ പറഞ്ഞ നട്ട്സും മുന്തിരിങ്ങയൊക്കെ ഈ നെയ്ക്കകത്തിൽ ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും എല്ലാം കൂടി ഇട്ട് ഇതൊന്ന് സെറ്റാക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കൈകൾ കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ലാസ്റ്റ് ഇതായത് ഇങ്ങനെയാണ് എൻ്റെ ലുക്ക്. എൻ്റെ പൊന്നോ, കഴിക്കാനാണെങ്കിൽ എന്തൊരു ടേസ്റ്റായിരുന്നു അറിയാം. ഇത് ഞങ്ങൾ എത്ര പങ്കുവെച്ചു എന്നറിയാമോ? അടിപൊളി ടേസ്റ്റായിരുന്നു കണ്ടോ. നല്ല സൂപ്പർ ടേസ്റ്റ് എന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. നല്ല സൂപ്പറായിരുന്നു കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ പപ്പടവും ചള്ളാസും ഒക്കെ ഉണ്ടായിരുന്നു. കൊഞ്ച് എല്ലാം റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതാ ഇങ്ങനെയായിരുന്നു അതിൻ്റെ ആ ഒരു കാണാനൊരു ഭംഗിയെന്ന് പറയുന്നത്. പിന്നെ ചോറിൻ്റെ ഭംഗി പിന്നെ പറയണ്ടല്ലോ, നമ്മളിപ്പോൾ തന്നെ കണ്ടല്ലോ. അതേപോലെ തന്നെ ചോറും നന്നായിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ ഒരു അട്രാക്ഷൻ തോന്നുന്ന രീതിയിലാണ് അദ്ദേഹത്തിന് ഡെക്കറേഷൻ എന്ന് പറയുന്നത്. ഇനി ഇത് കഴിക്കാനുള്ളൊരു തിരക്കാണ്. കഴിക്കുന്നതിന് മുമ്പുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് പകർന്ന് കൊടുക്കാനുണ്ട്, ഓരോരുത്തർക്കൊക്കെ കൊടുക്കണം. നമ്മൾ വെക്കുമ്പോൾ കുറച്ച് എല്ലാവർക്കും കൊടുക്കാറുണ്ട്. അപ്പോൾ അതേ ഞങ്ങൾ കഴിക്കാനായിട്ട് ഞാൻ എടുത്തതിൻ്റെയാണ് ഈ ഫോട്ടോ കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ.